സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ ഈ വൈൽഡ് കാർഡായിട്ട് കയറുന്നു എന്ന അഭ്യൂഹം വളരെ ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്നൊരു പ്രേക്ഷകൻ്റെ കമൻറ്റിന് റിപ്ലൈ ചെയ്തു എന്ന രീതിയിൽ ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് 2-3 ദിവസം മുമ്പ് ഉള്ള വീഡിയോയിലാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. അത് അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കണ്ട എന്ന് കരുതിയായിരിക്കാം. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം താൻ ബിഗ് ബോസിൽ പോകുന്നുണ്ട് എന്നുള്ള ചില പ്രേക്ഷകരുടെ കമൻറ്റിന് സപ്പോർട്ടായിട്ടുള്ള രീതിയിലും അദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താനിപ്പോൾ AI പോലെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഒരു ദിവസമായിട്ട് അദ്ദേഹം ഇട്ട വീഡിയോകളുടെ മൊത്തം കമൻറ്റ് സെക്ഷൻ BB എപ്പോഴാണ് കയറുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ്. ആരാധകർ മൊത്തം ആശംസകൾ അറിയിക്കുകയാണ്, ബിഗ് ബോസിൽ പോയി ജയിച്ചിട്ട് വരണം, മൊത്തം കമൻറ്റുകൾ അങ്ങനെയാണ്. എന്നിട്ട് ഒരക്ഷരം പോലും അതിനെ ఖంഡിക്കുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റും സീക്രട്ട് ഏജൻറ്റ് ഇതുവരെ വീഡിയോകളിലൊന്നും കമൻറ്റ് ചെയ്തിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് അദ്ദേഹം മുടിയൊക്കെ വെട്ടി ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് ലുക്കൊക്കെ മാറി അത് കഴിഞ്ഞ് കുറേ പർച്ചേസിംഗ് ഒക്കെ നടത്തിയാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ചെന്നൈയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 6 വൈൽഡ് കാർഡുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 4 പേര് പുരുഷന്മാരാണ്. ഇപ്പോൾ ഹൗസിനുള്ളിൽ പുരുഷന്മാരുടെ അംഗബലം വളരെ കുറവായതുകൊണ്ടാണ് അത് സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് വൈൽഡ് കാർഡായിട്ട് കയറുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷവും സീക്രട്ട് ഏജൻറ്റിനെ സെലക്ട് ചെയ്തായിരുന്നു. എന്തോ കാര്യങ്ങൾ ഒത്തുവരാത്ത കാരണം അവസാനം ആ വൈൽഡ് കാർഡ് ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. സീക്രട്ട് ഏജൻറ്റിന് വലിയ പ്രേക്ഷക പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു പോരാളിയാണ്. വാക്സാമർത്ഥ്യമുണ്ട്, പിടിച്ചു നിൽക്കാനും ആക്രമിക്കാനും എല്ലാം നന്നായിട്ട് അറിയാം. വാക്ചാതുര്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. എന്തായാലും അവിടെ ഫേക്ക് ഗെയിം കളിക്കുന്ന ജബ്രീനെയൊക്കെ പൊളിച്ചടുക്കി ഒരു ഓളം സൃഷ്ടിക്കാൻ സായി കൃഷ്ണയ്ക്ക് സാധിക്കുമെന്ന് കണ്ടറിയാം.